ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ അനുകൂല പ്രതികൂല നക്ഷത്രങ്ങളെക്കുറിച്ചും അനുകൂല പ്രതികൂല ദശകളെക്കുറിച്ചും അറിഞ്ഞിരുന്നാൽ വലിയ വഴിപാടൊന്നും കൂടാതെ സ്വന്തമായി അനുഷ്ഠിക്കാവുന്ന പരിഹാര കർമ്മങ്ങളിലൂടെ ജാതകവശാലുള്ള ഗുണഫലങ്ങളെ കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് ജീവിതം വിജയകരവും സന്തോഷകരമാക്കി തീർക്കാനും നമുക്ക് കഴിയും. അത് എങ്ങനെയെന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുന്നു. ജാതകവശാലുള്ള ദോഷഫലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ കാഠിന്യം കുറച്ച് നമുക്ക് അനുകൂലമാക്കി മാറ്റാനേ കഴിയൂ. അതിന് ആദ്യമായി വേണ്ടത് കുടുംബ പരദേവതാ പ്രീതിയും മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്വാത്വികമായ പെരുമാറ്റത്തിലൂടെയും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അതുപോലെ തന്നെ പ്രായമുള്ളവരോടും അഗതികളോടും മറ്റുമുള്ള നമ്മളുടെ സമീപനത്തെ ആശ്രയിച്ചായിരിക്കും. അവരെ ഇനി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദ്രോഹിക്കാതിരിക്കാനുള്ള ഒരു നല്ല മനസ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങിയാൽ ജീവിതം ധന്യമാക്കാൻ കഴിയും. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ പുണർദവും വിശാഖവുമാണ്. ജന്മനക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ പുണർദം, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. അനുജന്മ നക്ഷത്രങ്ങളിൽ, അതായത് പൂരുരുട്ടാതി, പുണർദം, വിശാഖം എന്നീ നാളുകളിൽ ക്ഷേത്രദർശനം, ദാനധർമ്മങ്ങൾ, പുതുവസ്ത്രാഭരണ ധാരണം എന്നിവയ്ക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റു മംഗളകാര്യങ്ങൾക്ക് ഇവ വർജ്യങ്ങളാണ്. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങളുടെ രണ്ടാം നക്ഷത്രമായ ഉത്രട്ടാതി, പൂയം, അനിഴം ഇവ സമ്പന്ന നക്ഷത്രങ്ങളായാണ് അറിയുന്നത്. അതിനാൽ ഈ നക്ഷത്രക്കാരുമായി സാമ്പത്തിക ഇടപാടുകളും നല്ല കാര്യങ്ങൾ നടത്തുന്നതിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. എന്നാൽ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളുടെ മൂന്നാം നക്ഷത്രമായ രേവതി, ആയില്യം, കേട്ട ഇവ വിഭിന്ന നക്ഷത്രമെന്നാണ് അറിയപ്പെടുന്നത്. ശുഭകാര്യങ്ങൾക്ക് ഇവ വർജ്യമാണ്. പല ആപത്തുകൾക്കും ഇടവരും ഈ നക്ഷത്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. എന്നാൽ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളുടെ അഞ്ചാം നക്ഷത്രങ്ങളായ ഭരണി, പൂരം, പൂരാടം ഇവ പൃഥ്വി നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. യാതൊരു വക ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. എന്നാൽ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളുടെ ആറാം നക്ഷത്രങ്ങളായ കാർത്തിക, ഉത്രം, ഉത്രാടം ഇവ സാധക നക്ഷത്രം എന്നാണ് അറിയുന്നത്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ നക്ഷത്രം മംഗളമാണ്. എന്നാൽ അനുജന്മ നക്ഷത്രങ്ങളുടെ ഏഴാം നക്ഷത്രങ്ങളായ രോഹിണിയും അത്തം, തിരുവോണം, വധ നക്ഷത്രങ്ങൾ എന്നാണ് അറിയുക. ഇവ ശുഭഫലങ്ങളായിരിക്കും നൽകുക. അതിനാൽ യാതൊരു വക ശുഭകാര്യങ്ങളും ഈ നക്ഷത്രങ്ങളിൽ ചെയ്യരുത്. ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ആവുന്നതും ഒഴിവാക്കുക. ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളുടെ എട്ടാം നക്ഷത്രങ്ങളായ മകയിരം, ചിത്തിര, അവിട്ടം മൈത്ര നക്ഷത്രമെന്നും ഒമ്പതാം നക്ഷത്രങ്ങളായ തിരുവാതിര, ചോതി, ചതയം ഇവ അതിമൈത്ര നക്ഷത്രവും എന്നാണ് അറിയപ്പെടുന്നത്. ഇവ സൗഹൃദാദികൾക്കും എല്ലാവിധ മംഗളകാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. ജന്മരാശിക്കൂറിൻ്റെ എട്ടാം കൂറിൽ വരുന്ന നക്ഷത്രങ്ങളും അശുഭങ്ങളാണ്. കുംഭക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അഷ്ടമം കന്യയാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ ഉത്രം 2, 3, 4 പാദവും അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങളും അതുപോലെ തന്നെ മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അഷ്ടമം തുലാമും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ ചിത്തിര 3, 4 പാദവും ചോതിയും വിശാഖം 1, 2, 3 പാദവും ശുഭകാര്യങ്ങൾക്ക് ഉത്തമമല്ല. ശുഭകാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉപയോഗിക്കരുത് ഈ നക്ഷത്രങ്ങൾ. വിവാഹത്തിന് സ്ത്രീക്ക് എട്ടാം കൂറിലെ പുരുഷനെ വേണമെങ്കിൽ എടുക്കാം. എന്നാൽ പുരുഷന് എട്ടാം കൂറിലെ സ്ത്രീ ശ്രേയസ്കരമല്ല. പൂരുരുട്ടാതിക്ക് ഉത്രം വേദനക്ഷത്രമാണ്. ഈ 2 നാളുകാർ പരസ്പരം വിവാഹിതരാകുന്നത് ഉത്തമമല്ല. വേദനക്ഷത്രം എല്ലാ കാര്യങ്ങൾക്കും ഒഴിവാക്കുന്നതാണ് ഉത്തമം. പൂരുരുട്ടാതി നക്ഷത്രം സ്ത്രീയും പൂരുരുട്ടാതി നക്ഷത്രം പുരുഷനും തമ്മിലുള്ള വിവാഹം ശുഭകരമല്ല. അതുപോലെ തന്നെ ജനിച്ച നക്ഷത്രപാദത്തെ 1-ാം പാദം എന്ന് കണക്കാക്കി അതിൻ്റെ 88-ാം പാദ നക്ഷത്രവും അതിൻ്റെ 108-ാം പാദ നക്ഷത്രവും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കണം. പൂരുരുട്ടാതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരഭാഗങ്ങൾ ശരീരത്തിൻ്റെ പാർശ്വഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വാരിയെല്ല്, കാലിൻ്റെ വശങ്ങൾ, എടുപ്പ് എന്നിവയാണ്. ജനന സമയത്ത് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ രോഗകാരക ഗ്രഹത്തിൻ്റെ ദശയിലോ അപകാരകാലത്തോ ഗോചരവശാലോ ഈ അവയവങ്ങൾക്ക് രോഗങ്ങൾ ബാധിക്കാൻ ഇടവരും. അടുത്തതായി, പൂരുരുട്ടാതി കുംഭക്കൂറുകാർക്ക് നീല നിറവും മീനക്കൂറുകാർക്ക് മഞ്ഞ നിറവും അനുയോജ്യ നിറങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് പടിഞ്ഞാറും മീനക്കൂറുകാർക്ക് വടക്കും കിഴക്കും അനുയോജ്യ ദിക്കുകളാണ്. കുംഭക്കൂറുകാർക്ക് 8ഉം മീനക്കൂറുകാർക്ക് 3ഉം അനുയോജ്യ സംഖ്യകളാണ്. ഉദാഹരണമായി, ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ആദ്യം ഉത്തമ ദിക്കിലേക്ക് 1-2 ചുവടുകൾ നടന്ന ശേഷം പോകേണ്ട ദിക്കിലേക്ക് നടക്കുക. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉത്തമമായ ആഴ്ച, സംഖ്യ, നിറം എന്നിവ ശ്രദ്ധിക്കുക. കുംഭക്കൂറുകാർക്ക് ശനിയുടെ രത്നമായ ഇന്ദ്രനീലവും ശുക്രൻ്റെ രത്നമായ വജ്രവും അനുകൂല രത്നങ്ങളാണ്. മീനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രത്നമായ പുഷ്യരാഗവും ചൊവ്വയുടെ രത്നമായ ചെമ്പഴവും ഉത്തമമാണ്. എങ്കിലും രത്നം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ രത്നം ധാരണത്തിന് മുന്നേയായി ഉത്തമനായ ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരമേ ധരിക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷഫലങ്ങൾക്ക് ഇടവരുത്തും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ദശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ദശ വ്യാഴദശയാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശ. എങ്കിലും ആദ്യ ജന്മനക്ഷത്ര ദിശയായതിനാൽ ഗർഭശിഷ്ടം വ്യാഴദശ എത്ര ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക. നക്ഷത്രം തുടങ്ങുന്ന സമയത്തു ജനനമാണെങ്കിലേ ഈ 16 വർഷക്കാലം പൂർണ്ണമായി കിട്ടൂ. നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ദശാകാലം കുറഞ്ഞു വരും. ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം. നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ പറഞ്ഞിട്ടുണ്ടാകും ജന്മനക്ഷത്ര ദശയായ വ്യാഴം ഗർഭശിഷ്ടം ഇത്ര വർഷം ഇത്ര ദിവസമെന്നൊക്കെ. പിന്നീട് വരുന്ന ദശകളെല്ലാം അവയ്ക്ക് പറഞ്ഞിട്ടുള്ള വർഷം എത്രയാണോ അത് പൂർണ്ണമായും അനുഭവത്തിൽ വരും. വ്യാഴം ബാല്യകാലത്ത് വരുന്ന ദശയായതിനാൽ അത്ര ഗുണകരമായിരിക്കില്ല. എങ്കിലും വ്യാഴം ഒരു ശുഭഗ്രഹം കൂടിയായതിനാൽ ഇക്കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇക്കാലയളവിൽ മാതാപിതാക്കൾക്കും കുടുംബത്തിലും പലവിധ അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജാതകനും പലവിധത്തിലുള്ള അരിഷ്ടതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായി വ്യാഴാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും സഹസ്രനാമ പാരായണവും ഉത്തമമാണ്. ബാല്യകാല ദശയായതിനാൽ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടാമതായി വരുന്ന ദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശ. സമ്പന്ന നക്ഷത്രദശ എന്നാണ് അറിയുക. ശനിദശ പൂരുരുട്ടാതി നാളുകാർക്ക് പൊതുവെ ഗുണകരമായിരിക്കും. എങ്കിലും ശനി ഒരു പാപഗ്രഹം കൂടിയായതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി ദുർബലനാണെങ്കിൽ പല ദോഷഫലങ്ങൾക്കും അനുഭവം ഉണ്ടാകാം. അതിനാൽ പരിഹാരമായി ശനിയാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം വ്രതമെടുത്ത് ശാസ്താഭജനവും ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നതും അരയാൽ പ്രദക്ഷിണവും ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമ പരിഹാരമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ അടുത്തതായി വരുന്ന ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശ. ബുധന് മൗഢ്യം ബാധിക്കുന്ന ഗ്രഹമായതിനാലും പാപനോട് ചേർന്നാൽ പാപനും ശുഭനോട് ചേർന്നാൽ ശുഭവും ഫലവും നൽകുന്ന ഒരു ഗ്രഹമാണ്. വിഭിന്ന നക്ഷത്രദശ എന്നാണ് പറയുക. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇക്കാലയളവ്. ദോഷപരിഹാരമായി ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ ഭജിക്കുന്നതും ബുധനാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ബുധഗായത്രി ദിവസവും ജപിക്കുന്നതും ഉത്തമ ഫലം പ്രദാനം ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നാലാമതായി വരുന്ന ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശ. ക്ഷേമ നക്ഷത്രദശ എന്നാണ് അറിയുക. ക്ഷേമ നക്ഷത്രദശയായതിനാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവത്തിൽ വരും. ഗുണഫലങ്ങൾ വരുമെങ്കിലും ആ ഗുണഫലങ്ങൾ സ്ഥായിയായിരിക്കില്ല. ദോഷപരിഹാരമായി മഹാഗണപതിയെ ഭജിക്കുന്നതും കുടുംബ പരദേവതയെ യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കേതുഗായത്രി ദിവസവും ജപിക്കുന്നതും ഉത്തമ ഫലം പ്രദാനം ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 5ാമതായി വരുന്ന ദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന കാലമാണ്. എങ്കിലും ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനല്ലെങ്കിൽ ഫലത്തിൽ കുറവ് വരും എന്നു മാത്രമല്ല ചില അപവാദങ്ങൾക്കും ഇടവരും.
ശുക്രഗായത്രി ജപിക്കുന്നതും പൂരുരുട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം വ്രതമെടുത്ത് മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും സഹസ്രനാമ പാരായണവും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. 6ാമതായി വരുന്ന ദശ ആദിത്യ ദശയാണ്. 6 വർഷക്കാലമാണ് ആദിത്യ ദശ. ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്ന കാലമാണ്. എന്നിരുന്നാലും ആദിത്യൻ ഒരു പാപഗ്രഹമായതിനാൽ ചെറിയ ദോഷഫലങ്ങളും ഉണ്ടാക്കും. പൂരുരുട്ടാതി നാളും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല, ധാര എന്നിവ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. ഓം ആദിത്യായ നമ എന്ന മന്ത്രം ദിവസവും ജപിക്കുക. സഹസ്രനാമ പാരായണവും ഉത്തമമാണ്. 7ാമതായി വരുന്ന ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ഇക്കാലയളവ് അത്ര ഗുണകരമായിരിക്കില്ല. ചന്ദ്രൻ ഒരു വൃത്തിക്ഷയമുള്ള നക്ഷത്രമായതിനാൽ ഗുണദോഷഫലങ്ങൾ വന്നും പോയുമിരിക്കും. ദോഷപരിഹാരമായി തിങ്കളാഴ്ചയും പൂരുരുട്ടാതി നാളും ചേർന്നു വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് ദുർഗാദേവിയെ ഭജിക്കുക. അതുപോലെ തന്നെ ചന്ദ്രഗായത്രി ദിവസവും ജപിക്കുക. സഹസ്രനാമ പാരായണവും ഉത്തമം. 8ാമതായി വരുന്ന ദശ ചൊവ്വാദശയും 9ാമതായി വരുന്ന ദശ രാഹുർദശയുമാണ്. മൈത്രദശ എന്നും പരമ മൈത്രദശ എന്നാണ് അറിയുക. പൊതുവെ ഗുണകരമായിരിക്കുമെങ്കിലും വാർദ്ധക്യത്തിൻ്റെതായ പല പ്രശ്നങ്ങളും പരസഹായവും വേണ്ടിവരുന്ന ഒരു ഘട്ടമാണിത്. ഈ കാലയളവിൽ വിഷ്ണു സഹസ്രനാമവും ശിവഭജനവും ഉത്തമമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ അനുകൂല പ്രതികൂല നക്ഷത്രങ്ങളെക്കുറിച്ചും അനുകൂല പ്രതികൂല ദശകളെക്കുറിച്ചും സ്വയം അനുഷ്ഠിക്കാൻ കഴിയുന്ന പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.